മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ ഇന്നൊരു പ്രസ്താവന നടത്തി, ഇന്നലെ നടത്തിയതാവാം, ചിലപ്പോൾ ഇന്നാവാം. രണ്ട് പ്രസ്താവനയാണ്. ഒന്ന്, UAE പോലുള്ള രാജ്യങ്ങൾ നമുക്ക് നിക്ഷേപത്തിന് വേണ്ടി നമ്മെ വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ്, നിക്ഷേപം വരും. രണ്ടാമത്, അമേരിക്കയേക്കാൾ നമ്മൾ വളർന്നു. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആദരവോടെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, അതൊരു മുഖ്യമന്ത്രിയോടല്ല, മുഖ്യമന്ത്രിമാരോടാണ്. അതിൽ ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ മരിച്ചുപോയി, ശ്രീ AK ആൻ്റണി. അതിനു മുമ്പുള്ള ശ്രീ ഉമ്മൻചാണ്ടി സാറ്. AK ആൻ്റണി സാർ ഇവിടെ ഉണ്ട്. AK ആൻ്റണി സാർ ജീവിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടി സാർ മരിച്ചുപോയി, അച്യുതാനന്ദൻ സാർ മരിച്ചുപോയി, പിണറായി വിജയൻ സാർ ജീവിച്ചിരിപ്പുണ്ട്. ഞാനിത് പറയുന്നത് ഒരു രാഷ്ട്രീയവുമല്ല. നമ്മൾ ഇതിടയ്ക്കിടയ്ക്ക് തള്ളുമ്പോൾ സൂക്ഷിച്ച് തള്ളി മറിക്കണം. മുഖ്യമന്ത്രി ചില സമയത്ത് ആവേശപ്പെട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ പറയാറുണ്ട്. നമുക്കൊരു ചരിത്രം പരിശോധിക്കാം. ഒരു 25 വർഷത്തെ ചരിത്രമാണ് പരിശോധിക്കേണ്ടത്. 25 വർഷം കൊണ്ട് കേരളത്തിൽ വിദേശ നിക്ഷേപം ദാ വരുന്നു എന്ന് ബഹളമുണ്ടാക്കിയതിൻ്റെ ഒരു ചരിത്രമുണ്ട്. 2003 AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ജിം പേര് കേട്ടപ്പോൾ തന്നെ നല്ല രസമല്ലേ, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ്, വലിയ പരിപാടി നടത്തി. 5 പൈസയും വന്നില്ല ഇവിടെ. അതിനു മുമ്പേ നയനാർ പെൻസിൽവാനിയയിൽ പോയി പിന്നെ ടെക്നോ പാർക്ക് പോലുള്ള അവിടുത്തെ IT പാർക്കുകൾ കണ്ടിട്ട് വന്ന് ഇവിടെ ടെക്നോ പാർക്ക് തുടങ്ങി. അത് വേറെ കഥ. 2003 ഞാൻ ഈ പറഞ്ഞു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടന്നു, ഒന്നും സംഭവിച്ചില്ല കേരളത്തിൽ. 2012 ഉമ്മൻചാണ്ടി കൊച്ചി ലേ മെറിഡിയൻ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് എമർജിങ് കേരള എന്ന് പറഞ്ഞ് വലിയ പരിപാടി നടത്തി. 2012 PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു പിന്നെ വ്യവസായ മന്ത്രി. ഒന്നും സംഭവിച്ചില്ല. 40,000 കോടി രൂപയുടെ സാധ്യതയാണെന്ന് പറഞ്ഞത് 2012. 2016 മുതൽ പിണറായി വിജയൻ്റെ കാലമെടുത്താൽ എന്തെല്ലാമാണ് നമ്മളോട് പറഞ്ഞത്. കഴിഞ്ഞ 2012, 16 മുതൽ 25 വരെ. 2019 അസൻറ്റ് കേരള 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് അവതരിപ്പിച്ചത്. ഇതെല്ലാം കൂടെ കേട്ടാൽ മയങ്ങിപ്പോവും മലയാളി. 40 ലക്ഷം പേർക്കും തൊഴിൽ കൊടുക്കാൻ പറ്റും, തമിഴ്നാട്ടുകാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും, ഇന്ത്യയിലുള്ള എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ തൊഴിൽ കൊടുക്കാൻ വേണ്ടി കുറച്ച് പിള്ളേരെ സൃഷ്ടിക്കേണ്ടി വരും. അത്രമാത്രം തൊഴിൽ സാധ്യതകൾ. 2018, 20, 22 ലോക കേരള സഭ. 2024 കേരള ഗ്ലോബൽ കണക്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, തള്ളി മറിക്കുന്നതിനൊന്നും ഒരു കുറവില്ല. UAE, ഖത്തർ, UK, യൂറോപ്പ് ദാ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. 2025 ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് കൊച്ചിയിൽ ഫെബ്രുവരി 21, 22. ബ്ലൂ ടൈഡ്സ് സമുദ്ര ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് അങ്ങനെ ഒരു വഴിക്ക് പോയി. ഇനി 2022 ഇംഗ്ലണ്ടിൽ നിന്ന് ഹിന്ദുജ ഗ്രൂപ്പ് കോടിക്കണക്കിന് രൂപ ഇവിടെ കൊണ്ടുവരും. 2019 ദുബായ്, ജപ്പാൻ, കൊറിയ, ജപ്പാനും കൊറിയയും കൂടി 300 കോടി രൂപ ഇവിടെ നിക്ഷേപിക്കാൻ പോവുകയാണ്. UAE $500 മില്യൺ ഇവിടെ നിക്ഷേപിക്കാൻ പോകുന്നത്. ജപ്പാൻ യാത്രയിൽ $100 വീതം ഓരോരുത്തർക്ക്, വലിയ സംഘമാണ് പോയത്, ഓരോരുത്തർക്ക് $100 വീതം കൊടുത്ത് ജപ്പാൻ യാത്ര നടത്തി. ജപ്പാൻ ഇതാ കോടികൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ജപ്പാൻ ആവുകയാണ് കേരളം. 10 വർഷക്കാലം കൊണ്ട്, കഴിഞ്ഞൊരു 10 വർഷക്കാലം കൊണ്ട് UAE മുഖ്യമന്ത്രിയുടെ കുടുംബവും, എല്ലാ യാത്രയിലും കുടുംബമില്ല, കുറേ യാത്രകളിൽ കുടുംബമുണ്ട്. ഭാര്യയും മക്കളും ചെറുമക്കളും മരുമോനും എല്ലാം പോയ യാത്രകളുമുണ്ട്. സ്പീക്കർ അടക്കം പോയ യാത്രകളുണ്ട്. UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ദുബായ്, അബുദാബി തുടങ്ങിയിട്ടുള്ള റാസൽ ഖൈമ, ഖത്തർ എന്നൊക്കെ പറയുന്ന ആ ബെൽറ്റിലുള്ള രാജ്യങ്ങൾ. USA, അമേരിക്ക, ഇംഗ്ലണ്ട്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഫിൻലാൻഡ്, നോർവേ, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, നെതർലൻഡ്, ബഹ്റൈൻ, റൂം ഫോർ റിവർ, നെതർലാൻഡ്. എന്തൊരു യാത്രയായിരുന്നു. നിയമസഭയിൽ കൊടുത്ത മറുപടി മുഖ്യമന്ത്രി 2022 3 വർഷം കഴിഞ്ഞു. ഒരു കമ്പനി 150 കോടിയുമായി നോർവേയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഉടൻ നോർവേ കമ്പനി ഇലക്ട്രോണിക് ബാറ്ററി ഉൽപ്പന്നങ്ങൾ ഫാക്ടറി ഗിഫ്റ്റ്. 2019 ജനീവയിൽ നിക്ഷേപ ഉച്ചകോടി കുടുംബസമേതം പോയി. ഇന്ത്യയിലും വിദേശത്തുള്ള 10-15 രാജ്യങ്ങളിലുമായി 2003 മുതൽ 2025 വരെ 22 വർഷക്കാലം. അതിൽ 2 പേർ ചെയ്തത് കേരളത്തിലാണ്. AK ആൻ്റണിയുടെ കാലത്തിലും കേരളത്തിലാണ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടന്നതും എമർജിങ് കേരള ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്നതും കേരളത്തിൽ വെച്ചാണ്.
ബാക്കി നടന്ന മീറ്റിങ്ങുകളെല്ലാം, പിന്നെ ലോക കേരള സഭ നടന്നത് കേരളത്തിലാണ്, പിന്നെ അതുപോലെ തന്നെ ചില സമ്മേളനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ബാക്കി ഒരുപാട് യാത്രകൾ, സമ്മേളനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തി 5 പൈസ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? 5 രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ ഖജനാവ്? KSIDCയുടെ വിവരാവകാശ നിയമപ്രകാരം KSIDCയിൽ ആവശ്യപ്പെട്ട പ്രകാരം കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ, പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ, അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയത് കൊണ്ട് ഒരു ധാരണാപത്രവും ഒരു രാജ്യവുമായും ഒപ്പുവച്ചിട്ടില്ല. ഇനിയൊരു തമാശയുണ്ട് ഇതിനകത്ത്. അതാണൊരു ആഗോള തമാശ. അത് മുഖ്യമന്ത്രിക്ക് അറിയില്ലയോ, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അറിയില്ലയോ, പാർട്ടിക്കറിയില്ലയോ, പ്രതിപക്ഷത്തിന് അറിയില്ലയോ, BJPക്ക് അറിയില്ലയോ, കേരള സമൂഹത്തിന് അറിയില്ലയോ? വിദേശ രാജ്യത്ത് പോയി ഒരു കരാർ വച്ചാൽ ഇന്ത്യ മഹാരാജ്യം അറിയാതെ പണം വാങ്ങാൻ പറ്റുമോ? അതിൻ്റേതായ നടപടിക്രമങ്ങളില്ലേ? അപ്പോൾ ഈ യാത്രയ്ക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുവാദം എടുത്ത് കാണും. കാരണം വിദേശത്ത് പോകണമെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അറിയണം. ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ പോകണമെങ്കിൽ തീർച്ചയായിട്ടും അറിയണം. പക്ഷേ വിസയുടെ കാര്യങ്ങളിലൊക്കെ അറിയണം. പക്ഷേ ഈ പോയ രാജ്യങ്ങളുമായി വെച്ച കരാറുകൾ വെച്ചു എന്ന് ഒരു രാജ്യമായിട്ട് ഒരു കരാറും വച്ചില്ല എന്നുള്ളതാണ് തമാശ. ഇനി കരാറുകൾ വച്ചിട്ടുണ്ടെങ്കിൽ എന്തേ പണം വരാത്തത്? ഇനി പണം വരാനാണോ തടസ്സം? കരാർ വയ്ക്കാനാണോ തടസ്സം? അല്ല, പണം വരാനും തടസ്സമല്ല, കരാർ വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയമാണോ തടസ്സം? അതും പറയേണ്ടതുണ്ട്, നമുക്കറിയേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റാണോ ഇതിന് ഉടക്ക് വച്ചിരിക്കുന്നത്? ഒരു രാജ്യത്തും പോകരുതെന്ന് കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചതിനാണ്. പ്രത്യേകിച്ച് പ്രളയം വന്നപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഓരോ മന്ത്രിമാരും വിദേശ രാജ്യങ്ങളിൽ വന്നായി പോകാൻ, ഇതുപോലെ ഒരു വലിയ ജഗ പോകാൻ നടത്താൻ തീരുമാനിച്ചു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചില്ല, ഒരാളിനും പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്രം ഇതാ കേരളത്തെ ദ്രോഹിക്കുന്നു, അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡോളർ ഞങ്ങൾ വിദേശ രാജ്യങ്ങളെല്ലാം പോയി കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യ എടുത്തു മറിക്കുമെന്ന് പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല, അവർ സമ്മതിച്ചില്ല, കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചില്ല. അപ്പോൾ BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും ആരായാലും, 3 പാർട്ടികളെ ഞാൻ പറയുകയാണ്, 3 പാർട്ടികളായാലും കേരളത്തിലെ ജനതയെ വഞ്ചിക്കുകയാണോ, പറ്റിക്കുകയാണോ? ഇതൊരു ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് ചർച്ച ചെയ്തുകൊണ്ടേ പോകണം. കേരളത്തിൻ്റെ വികസന രാഷ്ട്രീയമെന്ന് പറയുന്നത് എന്താണ്? വിദേശ നിക്ഷേപം വരും എന്ന് പറഞ്ഞ് 2003 മുതൽ 2025 വരെ 22 വർഷക്കാലം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പോയ അതിൽ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് പിണറായി വിജയനാണ്. നയനാർ ഒരു പ്രാവശ്യം പോയി, അതിനാവശ്യമുള്ള ഇവിടെ കിട്ടി. AK ആന്റണി അങ്ങനെ വിദേശത്തൊന്നും പോയിട്ടില്ല, ഉമ്മൻചാണ്ടിയും പോയിട്ടില്ല. അതേസമയം പിണറായിയാണ് വിദേശയാത്രയായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിൽക്കുന്നത്. എത്ര രാജ്യങ്ങളിലാണ് പോയത്? ഞാൻ പറഞ്ഞല്ലോ, UAE, പിന്നെ ഫിൻലാൻഡും നോർവേയും സ്കാൻഡിനേവിയൻ കൺട്രികളിലെല്ലാം എപ്പോഴൊക്കെ ഒരു ചാൻസ് കിട്ടും. പെട്ടെന്നൊരു സ്ഥലത്ത് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു യാത്ര പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ പരിപാടി ഇടുന്നു, അങ്ങോട്ട് പോകുന്നു. രാജാമണിക്ക് പിന്നെ നെതർലാൻഡ്സിലെ അംബാസഡറായിരുന്ന രാജാമണിക്ക് ഒരു ഓളം ഉണ്ടായപ്പോൾ അദ്ദേഹം റിട്ടയറായി നാട്ടിൽ വന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിട്ടൊക്കെ ഡൽഹിയിൽ ജോലി ചെയ്തു. ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നറിയില്ല. അദ്ദേഹത്തിന് ഓളം ഉണ്ടായപ്പോൾ ടോം ജോസ് ചീഫ് സെക്രട്ടറിയുടെ ചെവി കടിച്ച് ഇതാതു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെയും കൊണ്ട് പിണറായിയുടെ മുഖ്യമന്ത്രിയുടെയും ഫാമിലിയൊക്കെ കൂടി നെതർലാൻഡ്സിൽ പോയി പോകണമെന്ന് പറഞ്ഞ് റൂം ഫോർ പോകണമെന്ന് പറഞ്ഞു. ഒരു കാര്യമില്ല, ഇവിടെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ 22 വർഷക്കാലത്തെ കേരള ജനതയെ പറ്റിച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും അടുത്ത തള്ള്. അമേരിക്ക വരും, UAE വരും, എല്ലാം തരും.